പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൻ്റെ പ്രിവ്യൂ ആണ്. നാളത്തെ റോ എപ്പിസോഡിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിന് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ജെ ഊസോ എന്ന ചാമ്പ്യൻ ഗുന്തറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മിസ്റ്റർ മണി ഇൻ ദ ബാങ്കായ സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനിലെ അംഗങ്ങളും നാളത്തെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. നിക്കി ബെല്ല എന്ന താരം നാളത്തെ റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കൂടാതെ കിങ് ഓഫ് ദ റിങ്, ക്വീൻ ഓഫ് ദ റിങ് ടൂർണമെൻറ്റുകളുടെ ആദ്യ റൗണ്ട് നാളത്തെ റോ എപ്പിസോഡിലൂടെ ആരംഭം കുറിക്കുമെന്നുള്ളതും കൺഫേം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് മിസിനെ സംബന്ധിച്ചാണ്. മിസിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റായി ഞാൻ പങ്കുവെച്ചൊരു അപ്ഡേറ്റ് മിസിൻ്റെ WWE കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകളും മിസ് WWE വിട്ടോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി നിറഞ്ഞ ചോദ്യത്തെ സംബന്ധിച്ചുമായിരുന്നു. അന്ന് ഞാൻ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു മിസിൻ്റെ WWE കോൺട്രാക്റ്റ് കഴിഞ്ഞു എന്നുള്ള തലത്തിൽ യാതൊരുവിധ വാർത്തകളും പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. മിസ് തന്നെ ഈ ഒരു റൂമറിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിരിക്കുന്നു. വീഡിയോയിൽ വന്ന് മിസ് പറയുന്നത് തനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷേ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ അഡ്രസ്സ് ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താൻ തൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽ സംസാരിക്കുന്നത് എന്നുള്ളത് മിസ് പങ്കുവെക്കുകയുണ്ടായി. താനും WWEയിൽ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. തൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ നിന്ന് താൻ WWE അൺഫോളോ ചെയ്യുകയോ WWE സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു പേര് മാറ്റുകയോ ചെയ്തിട്ടില്ല. കുറേയധികം കാലമായിട്ടുണ്ടായിരുന്ന തൻ്റെ അതേ ഒരു സ്റ്റാറ്റസിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. താനിപ്പോൾ മാറി നിൽക്കുന്നത് ഒരു ടെലിവിഷൻ സീരീസിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുന്നതാണ്. അവിടെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് താൻ ഓൺ സ്ക്രീനിൽ നിന്ന് ഇപ്പോൾ സ്റ്റോറി ലൈനിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടില്ല, തന്നെ റിലീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് മിസ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മിസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് അലക്സിയ ബ്ലിസിനെ സംബന്ധിച്ചാണ്. മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിഞ്ഞതിന് ശേഷം ഫോർമർ വുമൻസ് ചാമ്പ്യനായ അലക്സിയ ബ്ലിസിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് ചില കൂട്ടുകാർ ചോദിച്ചിരുന്നു. അലക്സിയ ബ്ലിസ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയിലൂടെ താരത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ സ്റ്റോറി റിവെഞ്ച് സ്റ്റോറി ആയിരിക്കും, പ്രതികാരങ്ങൾ വീട്ടുന്ന തൻ്റെ സ്റ്റോറി ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് മിസ്സിസ് മണി ഇൻ ദ ബാങ്കായ നയോമിക്കെതിരെ സ്റ്റോറി ചെയ്യാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് അലക്സിയ ബ്ലിസ് വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ അലക്സിയ ബ്ലിസും കൂടി ഉൾപ്പെട്ട ലാഡർ മത്സരത്തിൽ വിജയിച്ചു വന്ന നയോമിക്കെതിരെ സ്റ്റോറി ചെയ്യാനാണ് നിലവിൽ അലക്സിയ ബ്ലിസ് താല്പര്യപ്പെടുന്നത്. എന്നാൽ അലക്സിയ ബ്ലിസിന് സ്മാക്ഡൗൺ എപ്പിസോഡിൽ മറ്റൊരു എതിരാളിയുണ്ട്, അത് ഷാർലറ്റ് ഫ്ലെയർ ആണ്. ഇരുവരും തമ്മിലുള്ള ആ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റൊക്കെ ബാക്ക് സ്റ്റേജിലൂടെ ഇങ്ങനെ നടത്തിപ്പോകുന്നുണ്ടെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് ഇരുവരും ഇതുവരെ എത്തിയിട്ടില്ല. നയോമിയും അലക്സിയ ബ്ലിസും ഉൾപ്പെട്ട ഒരു മത്സരം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ലാഡർ മാച്ചായിട്ട് നടന്നതുകൊണ്ട് തന്നെ നയോമിക്കെതിരെ ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ച് അലക്സിയ സ്റ്റോറി ചെയ്യുകയാണെങ്കിൽ അതിനൊരു ലോജിക് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷാർലറ്റിനെതിരെയുള്ള സ്റ്റോറി അവർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് വളരെ ഒരു ക്യൂരിയോസിറ്റി നിർത്തുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും അലക്സിയ ബ്ലിസ് തൻ്റെ അടുത്ത ടാർഗറ്റ് ആരൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ അപ്ഡേറ്റ് സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരുടെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആണ്. ഇന്നലെ കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ സോളോ സിക്കോവയെ ജേക്കബ് ഫാറ്റു ആക്രമിക്കുകയും ജേക്കബ് ഫാറ്റു സോളോ സിക്കോവയെ ബ്രൂട്ടലായി ആക്രമിച്ച് സോളോ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് വിജയിക്കാതിരിക്കാനുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ വിട്ട് പോകുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സോളോയ്ക്കെതിരെ ജേക്കബ് ഫാറ്റു സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പല കൂട്ടുകാർക്കും സംശയമുള്ളത് ഇതിൽ ആരാണ് വില്ലൻ, ആരാണ് ഫേസ്, നായകൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ജേക്കബ് ഫാറ്റു എന്ന് പറയുന്ന റെസ്ലറിനെ കിട്ടുന്ന ഒരു ക്രൗഡ് സപ്പോർട്ട് അത് നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ ജേക്കബ് ഫാറ്റുവിനെ ഫേസ് റെസ്ലറാക്കിയിട്ടും, അതായത് ഒരു നായകൻ ടൈപ്പ് ക്യാരക്ടർ ആക്കിയിട്ടും സോളോ സിക്കോവയെ ഒരു വില്ലൻ ആക്കിയിട്ടും കാണിക്കാനാണ് പ്ലാൻ ഉള്ളത്. കാരണം സോളോ സിക്കോവയുടെ കൂടെ ജെസി മെറ്റോയോ എന്ന് പറയുന്ന റെസ്ലർ കൂടി ഉള്ളത് കൊണ്ട് തന്നെ സോളോയെ ഹീലാക്കിയിട്ടേ അവർക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഈ സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് സോളോ സിക്കോവ ഇന്നലെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആക്കിയിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ മുഖം അദ്ദേഹം റെഡ് ഇൻറ്റു മാർക്ക് ചെയ്തുകൊണ്ട് ഇനി ജേക്കബ് ഫാറ്റുമായി യാതൊരുവിധ ബന്ധവും ഇല്ല തനിക്ക് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത്തരത്തിലുള്ളൊരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിൽ നമുക്ക്
ടോങ്ക ലോവ എന്ന് പറയുന്ന റെസ്ലറിനെ കാണാൻ സാധിച്ചു. അപ്പോൾ ടോങ്ക ലോവയുടെയൊക്കെ ഒരു തിരിച്ചുവരവിൻ്റെ സൂചനയും ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി സ്മാക്ക് ഡൗണിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റുവും അദ്ദേഹത്തിൻ്റെ കസിനായ സോളോ സിഗോവയും തമ്മിൽ നടക്കാൻ പോകുന്നു. നാലാമത്തെ അപ്ഡേറ്റ്, ഇന്നലെ കഴിഞ്ഞ മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് AAAയും WWEയും ഒരുമിച്ച് നടത്തിയ വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റ് തുടങ്ങിയ ഈ 2 ഇവൻറ്റുകളും കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലും റെസ്ലിംഗ് ലോകത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരുകളിൽ ഒന്നാണ് ഇഗ്വാന എന്ന് പറയുന്ന ക്യാരക്ടർ. ഇഗ്വാന എന്ന് പറയുന്ന AAA റെസ്ലർ. ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. എത്ര കൂട്ടുകാർ വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റ് കണ്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. വേൾഡ്സ് കൊളൈഡിലെ ആദ്യ മത്സരത്തിലായിരുന്നു ഇഗ്വാന പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ വർക്കും അതിലുപരി ക്യാരക്ടർ വർക്കും മാത്രമല്ല റിങ്ങിലും വളരെ കഴിവുള്ള ഒരു റെസ്ലറും ആയിട്ടാണ് ഇഗ്വാനയെ ആ ഒരു മത്സരത്തിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇഗ്വാനയുടെ ഈ ക്യാരക്ടർ വർക്ക് പെട്ടെന്ന് തന്നെ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി എന്നുള്ളത് മാത്രമല്ല, ഇഗ്വാനയ്ക്ക് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഗസ്റ്റായിട്ട് വരാനുള്ളൊരു ഓപ്ഷനും കൊടുത്തു. ഈ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്ന ഇഗ്വാനയുടെ അടുത്തേക്ക് ബ്രോഡ്കാസ്റ്റിങ്ങിനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആരാധകർ, അത് കുട്ടികളായാലും വലിയവരായാലും ഒക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നതും ഇഗ്വാന അവിടെ ഒരു സൂപ്പർ താരമായി മാറുന്നതുമാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സൊക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം പിന്നീട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇഗ്വാന എന്ന് പറയുന്ന AAA റെസ്ലർ അദ്ദേഹത്തെ ഇപ്പോൾ NXTയിൽ കുറച്ചും കൂടി അപ്പിയറൻസ് കൊടുത്ത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറുടെ പോപ്പുലാരിറ്റി ഒറ്റയടിക്കാണ് വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം വർദ്ധിച്ചത്. അപ്പോൾ ആ ഒരു പോപ്പുലാരിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ മെർച്ചൻഡൈസ് വിറ്റ് മാക്സിമം പണം ഉണ്ടാക്കാനുമാണ് നിലവിൽ മാനേജ്മെൻറ്റും ക്രിയേറ്റീവ് ടീമും ആഗ്രഹിക്കുന്നത്. അപ്പോൾ NXT വീക്ക്ലി എപ്പിസോഡിലൂടെ ഇഗ്വാനയുടെ കുറേയധികം അപ്പിയറൻസ് നടത്തി നല്ല സ്റ്റോറി കൊടുത്ത് താരത്തെ കുറച്ചും കൂടി ഓൺ ആക്കി നിർത്താനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റും ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, വേൾഡ്സ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റ് യൂട്യൂബിൽ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തതാണ്. ഇപ്പോഴും അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. മില്യൺ കണക്കിന് വ്യൂവേഴ്സും ആ ഒരു ഇവൻറ്റിന് ഉണ്ട്. ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ക്യാരക്ടർ വർക്ക് മാത്രമല്ല റിങ്ങിലും അദ്ദേഹം നല്ല അടിപൊളി ഹൈ ഫ്ലയർ റെസ്ലറാണ്. ക്യാരക്ടർ വർക്ക് മാത്രം നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടരുത്, അദ്ദേഹത്തെ കിടിലമായിട്ടുള്ള ഒരു പെർഫോം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു റെസ്ലറായിട്ടും കൂടി പരിഗണിക്കാവുന്നതാണ്. ഇഗ്വാന എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആറാമത്തെ അപ്ഡേറ്റ്, R-Truth എന്ന് പറയുന്ന ആ റെസ്ലറിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളാണ്. R-Truthൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്ന വമ്പൻ ന്യൂസ് എന്ന് പറയുന്നത് R-Truthനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി WWEയുടെ മാനേജ്മെൻറ്റ് തീരുമാനം എടുത്തപ്പോൾ അത് താരവുമായിട്ടൊന്ന് സംസാരിക്കണമല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നാണ് അവസാനമായി മാനേജ്മെൻറ്റ് ട്രൂത്തിനെ അറിയിച്ച ഒരു അപ്ഡേറ്റ്. അതിനുശേഷം ട്രൂത്തുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ കുറേയധികം മാനേജ്മെൻറ്റ് ലെവലിലുള്ള സ്റ്റാഫുകൾ സംസാരിച്ചു. പക്ഷേ ട്രൂത്ത് അവർ പറയുന്ന ഡീല് സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. കുറേയധികം പേര് സംസാരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ ട്രൂത്തിനെ സമീപിച്ചു എന്നുണ്ടെങ്കിലും ആരോടും ട്രൂത്ത് പോസിറ്റീവായിട്ട് സംസാരിച്ചില്ല. WWE പ്രസിഡൻ്റായ നിക് ഗാൻ അവസാനം ട്രൂത്തിനെ വിളിച്ച് ഡീൽ ഇങ്ങനെയാണ്, നീ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, നിനക്കിതിൽ നിന്ന് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞപ്പോൾ മാത്രമാണ് ട്രൂത്ത് ഈ ഒരു ഡീലിനും തിരിച്ചുവരവിനും സമ്മതിച്ചത് എന്നാണ് ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫൈറ്റ്ഫുൾ സെലക്റ്റിനോട് തന്നെ ട്രൂത്തുമായിട്ട് സംസാരിച്ച മാനേജ്മെൻറ്റ് സൈഡിലെ ഒരു വ്യക്തി പറഞ്ഞ ഒരു അപ്ഡേറ്റ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ട്രൂത്തിൻ്റെ ഒരു ഡീലിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സാധാരണ റെസ്ലേഴ്സിന് കൊടുക്കുന്ന 1 വർഷം 2 വർഷം അത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല. ട്രൂത്തിൻ്റെ കരിയറിലെ അവസാന കോൺട്രാക്റ്റാണ്. അതൊരു സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറേയധികം മാച്ചസ് ഒന്നും ട്രൂത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ട്രൂത്തിൻ്റെ റിംഗ് നെയിമിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സംശയമുണ്ട്. R-Truth എന്ന് പറയുന്ന പേരാണോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരായ റോൺ കില്ലിങ്സ് ആണോ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. എന്തായാലും ട്രൂത്തിനെ അപമാനിച്ചു വിട്ടു എന്ന് നമ്മൾ കരുതി അത് ആരാധകർ വലിയ രീതിയിലുള്ള പ്രശ്നമാക്കിയപ്പോൾ ട്രിപ്പിൾ എച്ചും മാനേജ്മെൻറ്റും നിക് ഗാനും എല്ലാം ട്രൂത്തിനെ തിരിച്ചെടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അല്ലാതെ ട്രൂത്തിനെ റിലീസ് ചെയ്തു അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു സ്റ്റോറി അത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നില്ല. ട്രൂത്തിനെ പുറത്താക്കിയത് യാഥാർത്ഥ്യമായിരുന്നു. തിരികെ കൊണ്ടുവന്നത് ആരാധകരുടെ തെറിവിളി കൊണ്ടാണ് എന്നുള്ളതും ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്റ്റും PW ഇൻസൈഡറും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രിപ്പിൾ എച്ച് പറഞ്ഞത് അതൊരു സ്റ്റോറി ആയിരുന്നു എന്നുണ്ടെങ്കിലും അത്തരത്തിലല്ല
വാർത്തകൾ എന്നുള്ളത് ഇപ്പോൾ WWE ഉള്ളിലുള്ള സ്റ്റാഫുകളും റെസ്ലേഴ്സും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആരാധകർ കാരണം ട്രൂത്തിൻ്റെ WWE സെഗ്മെൻറ്റ്സ് ഇനിയും കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്, റോമൻ റിയൻസിൻ്റെ കൂടെ സില ഫാറ്റു എന്ന ഉമാഗയുടെ മകൻ വരുമ്പോൾ റോമൻ റിയൻസും സില ഫാറ്റുവും ടീം ആയിട്ട് സെത്തിൻ്റെ ടീമിനെതിരെ അടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലും അതിന് ശേഷമുള്ള റോമൻ റിയൻസിൻ്റെ അപ്ഡേറ്റും പങ്കുവെച്ചപ്പോൾ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ഏക ചോദ്യം റോമൻ റിയൻസിൻ്റെ കൂടെ സില ഫാറ്റു വന്നിട്ട് ടീമായിട്ട് സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനെ അടിച്ചിടുമോ എന്നുള്ളതാണ്. നിലവിൽ ഇവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സില ഫാറ്റു റിയാലിറ്റി ഓഫ് റെസ്ലിംഗ് എന്ന കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റുള്ള റെസ്ലറാണ്. സില ഫാറ്റു യങ് ആയിട്ടുള്ള ഒരു ടാലൻ്റാണ്. ഈ റിയാലിറ്റി ഓഫ് റെസ്ലിംഗിൻ്റെ ഓണർ എന്ന് പറയുന്നത് WWE ഹോൾ ഓഫ് ഫെയിമറും കമൻറ്റേറ്ററുമായ ബൂക്കർ ടി ആണ്. അപ്പോൾ ബൂക്കർ ടി വിചാരിച്ചാൽ സില ഫാറ്റുവിനെ നാളേക്ക് WWE കോൺട്രാക്റ്റ് കൊടുത്ത് സൈൻ ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷേ സില ഫാറ്റു എങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. സില ഫാറ്റു ഇൻ്റർവ്യൂകളിലൊക്കെ റോമൻ റിയൻസ് ആണ് തൻ്റെ ട്രൈബൽ ചീഫ്, റോമൻ റിയൻസിൻ്റെ കൂടെ സ്റ്റോറി ചെയ്ത് ഡെബ്യൂ ചെയ്യാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ആദ്യം തന്നെ മെയിൻ റോസ്റ്ററിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് റോമൻ റിയൻസിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ്. റോമൻ റിയൻസിൻ്റെ ക്യാരക്ടറിൻ്റെ അതായത് ട്രൈബൽ ചീഫ് ക്യാരക്ടറിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനായിരുന്നു. ബ്ലഡ് ലൈനിലെ ഓരോ താരങ്ങളും പല ഘട്ടങ്ങളിലായി റോമൻ റിയൻസിനെ ചതിച്ച് ഈ ഗ്രൂപ്പ് വിട്ടു പോകുമ്പോൾ റോമൻ റിയൻസിൻ്റെ പവർ കുറഞ്ഞു വരുന്ന പോലെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. അവസാനം പോൾ ഹേമൻ റോമൻ റിയൻസിനെ ലോ ബ്ലോ ചെയ്ത് ചതിക്കുമ്പോൾ റോമൻ റിയൻസിൻ്റെ ശക്തി ഒന്നുമല്ലാതാകുന്ന രീതിയിലും അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റിയൻസ് ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും നിർത്തുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം കൂടെ നിർത്തിയവരെല്ലാം റോമൻ റിയൻസിന് 8ൻ്റെ പണി കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ സില ഫാറ്റു അല്ല മറ്റൊരു വ്യക്തിയെ പോലും കൂടെ നിർത്തുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. റോമൻ റിയൻസിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറി അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ റോമൻ റിയൻസും സില ഫാറ്റുവും ടീം ആകുമോ എന്നുള്ളത് അവിടെ ഒരു വലിയൊരു ചോദ്യമായിട്ട് മാറുന്നുണ്ട്. ഇതുകൂടാതെ ഇവർ മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറി ആദ്യം റോമനെയും പങ്കിനെയും ടീം ആക്കിക്കൊണ്ട് സെത്തിൻ്റെ ഫാക്ഷനെതിരെ സ്റ്റോറി ചെയ്യിപ്പിക്കുക, എന്നിട്ട് അതേ സ്റ്റോറിയിൽ തന്നെ റോമനും പങ്കിനും ഇടയിൽ പ്രശ്നങ്ങളുള്ള പോലെ കാണിച്ച് അവർക്ക് തമ്മിലുള്ള ഒരു ഇൻഡിവിജ്വൽ മത്സരം, സിംഗിൾസ് മത്സരം വരുന്ന രീതിയിലേക്ക് സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതേസമയത്ത് സെത്ത് മറ്റ് സ്റ്റോറിയുമായി പോകും. അപ്പോൾ റോമൻ വേഴ്സസ് പങ്ക് എന്നുള്ള വലിയ സ്റ്റോറി ലൈനിലേക്കാണ് നിലവിൽ സെത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് ഇങ്ങനെ മെല്ലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ സില ഫാറ്റു വന്നിട്ട് റോമൻ റിയൻസിൻ്റെ കൂടെ ടീം ആകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. നിലവിലെ അപ്ഡേറ്റ് എന്തായാലും റോമൻ റിയൻസിൻ്റെ കൂടെ ഒരു റെസ്ലർ അല്ലെങ്കിൽ ഒരു മാനേജർ വന്നിട്ട് റോമൻ റിയൻസിൻ്റെ കൂടെ നിർത്താൻ അവർ പ്ലാൻ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയും പ്രത്യേക വരുന്ന അപ്ഡേറ്റുകളും അങ്ങനെയാണ്. റോമൻ റിയൻസിന് ഇനി ഒരു മാനേജറോ ഒരു പാർട്ട്ണറോ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. താൽക്കാലികമായി സെത്തിനെതിരെയുള്ള സ്റ്റോറി ചെയ്യാൻ വേണ്ടി മാത്രം പങ്കിൻ്റെ ഒപ്പം ടീമാകുന്ന റോമൻ റിയൻസിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് ഇനി വരുന്ന കുറച്ച് മാസങ്ങളിൽ കാണാൻ സാധിച്ചേക്കാം. ഇത്തരത്തിലാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സും നമുക്ക് സ്റ്റോറിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് പോയിന്റുകളും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.